Hello students, welcome back to Plus 1 Economics ഓൺലൈൻ ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇക്കോണമിയിലെ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഡിസ്കഷനും കൂടെ കഴിയുന്നതോടുകൂടി ഒന്നാമത്തെ ഈ ചാപ്റ്റർ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് കഴിയും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹു എമംഗ് ദി ഫോളോയിങ് അറ്റംപ്റ്റഡ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ഫോർ ദി പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ്? താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി പരിശ്രമിച്ചത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദാദാഭായ് നവറോജി, ഡോക്ടർ VKRV റാവു, RC ദേശായ്, ഓൾ ദി എബവ്. ഉത്തരം ഓൾ ദി എബവ്, മുകളിൽ പറഞ്ഞ എല്ലാവരും. അല്ലേ? 5ഓളം ആളുകളെ പേഴ്സൺസിനെ നമ്മൾ പഠിച്ചിരുന്നു. നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ബ്രിട്ടീഷ് പീരിയഡിൽ കാൽക്കുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്ത ആളുകളെ പേര് പഠിച്ചിരുന്നു. അപ്പോൾ ഇവർ 3 പേരും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ആളുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ജമീന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ? ജമീന്ദാരി സമ്പ്രദായം ഇന്ത്യയിൽ ആവിഷ്കരിച്ച വർഷം. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1757, 1757, 1782, 1793, 1800. ആൻസർ 1793 ആണ്. 1793 ജമീന്ദാരി സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് കോൺവാലിസ് പ്രഭു ആയിരുന്നു. എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബംഗാളിലാണ്. ഓർമ്മ വേണം. ഇത് 3 വൺ വേർഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഹാസ് ഡാഷ് സ്റ്റേജസ്? ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തത്തിന് ഡാഷ് ഘട്ടങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻസ് 2, 3, 4, 5. ആൻസർ 4 ആണ്. 4 ഘട്ടങ്ങൾ, 4 സ്റ്റേജസ് ആണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിക്ക് ഉള്ളത്. അപ്പോൾ ഒരു ഡൗട്ട് തോന്നും നിങ്ങൾക്ക്, അതായത് 3 സ്റ്റേജ് ആണല്ലോ നമ്മൾ പഠിച്ചത് എന്ന്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വലി 4 സ്റ്റേജസ്, 4 ഘട്ടങ്ങളാണ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷന് ഉള്ളത്, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തത്തിനുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 3 സ്റ്റേജസ്, ആദ്യത്തെ 3 ഘട്ടങ്ങൾ മാത്രമാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുള്ളത്. 4ാമത്തെ ഘട്ടം ലോജിക് വൈസ് നോക്കുകയാണെങ്കിൽ അത് ഇൻകറക്റ്റ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 4ാമത്തെ ഘട്ടം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. 3 ഘട്ടങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമിന് കൺഫ്യൂഷൻ ആയി പോകരുത്. എത്ര ഘട്ടങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ, എത്ര സ്റ്റേജസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 4 ആണ് ആൻസർ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യത്തെ 3 എണ്ണമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കേണ്ടത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ദി ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ അണ്ടർ കൊളോണിയൽ പീരിയഡ്? കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായതേത്? ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ABCD. ഇതിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഫോറിൻ ട്രേഡ്, ഇന്ത്യയിലെ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നു. ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, വൻ കയറ്റുമതി മിച്ചം. സെക്കൻഡ്, ഇമ്പോർട്ട് ഓഫ് കൊമോഡിറ്റീസ് ലൈക്ക് വൂൾ, ഷുഗർ ആൻഡ് ഇൻഡിഗോ ടു ഇന്ത്യ. കമ്പിളി രോമം, പഞ്ചസാര, ഇൻഡിഗോ മുതലായ വസ്തുക്കളുടെ ഇന്ത്യൻ ഇറക്കുമതി. ദെൻ തേർഡ്, ലൈറ്റ് മെഷീനറി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫാക്ടറീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ വ്യവസായശാലകളിലുള്ള ചെറുകിട യന്ത്രങ്ങളുടെ ഉൽപാദനം. ഫോർത്ത്, ഇന്ത്യൻ ട്രേഡ് വാസ് ഡോമിനേറ്റഡ് വിത്ത് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ. ചൈന, സിലോൺ, പേർഷ്യ എന്നിവരുമായിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാന വ്യാപാരം. ഓക്കെ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, വൻ കയറ്റുമതി മിച്ചം. അല്ലെ? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വിദേശ വ്യാപാരത്തിൽ നിന്നും, ഫോറിൻ ട്രേഡിൽ നിന്നും ഇന്ത്യക്ക്
എക്സ്പോർട്ട് സർപ്ലസ് അധികമായിട്ട് ലഭിച്ചിരുന്നു, കയറ്റുമതി മിച്ചം കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നും ഇതിൽ ഓപ്ഷൻ ഡി അത് ശരിയല്ലേ എന്ന് തോന്നും നിങ്ങൾക്ക്. അത് ശരിയല്ല. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് പ്രീ കൊളോണിയൽ പീരിയഡ്, ആ സമയത്ത് ഇന്ത്യ പ്രധാനമായിട്ടും ഫോറിൻ ട്രേഡ് ട്രാൻസാക്ഷൻ നടത്തിയിരുന്നത് ചൈന, സിലോൺ, പേർഷ്യ ആയിട്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അത് 50% ആയിട്ട്, അത് പകുതിയായിട്ട് ബ്രിട്ടീഷുകാർ കുറച്ചു. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വെൻ വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഓപ്പറേഷൻ അണ്ടർടേക്കൺ? ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് അല്ലെങ്കിൽ ഔദ്യോഗിക ജനസംഖ്യ കണക്കെടുപ്പ് നടന്ന വർഷം ഏത് വർഷമാണ്? 1881 ആണ് ഇന്ത്യസ് ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ്, ഔദ്യോഗിക സെൻസസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നടന്ന വർഷം 1881 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. പെർ ക്യാപിറ്റ ഇൻകം മീൻസ്, ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആൻസർ മാത്രം പഠിച്ചു വെക്കുക. കാരണം പെർ ക്യാപിറ്റ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ് അതിൻ്റെ മീനിങ്ങും. ഓപ്ഷൻ എ ആണ് ഉത്തരം. നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, ദേശീയ വരുമാനത്തിനെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. എന്തായിരുന്നു? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ഓർമ്മ വേണം, വൺ വേർഡ് ആയിട്ട് എക്സാമിന് ചോദിക്കും. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്? സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇന്ത്യയിൽ ഡാഷ് ശതമാനം ജനങ്ങൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നു? ആൻസർ 72% ആണ്. എന്നാൽ ബ്രിട്ടീഷ് പീരിയഡ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ 85% ആളുകളും ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആശ്രയിച്ചിരുന്നത് കാർഷിക മേഖലയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് 72% കുറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ബ്രിട്ടീഷുകാരുടെ അവരുടെ റൂളിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട്, അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് കാർഷിക മേഖല പിന്നോക്കാവസ്ഥയിലായിരുന്നു, അല്ലെ? ബാക്ക്വേർഡ് ആയിരുന്നു, സ്റ്റാഗ്നേഷൻ ആ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതോടുകൂടി പിന്നീട് ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ എംപ്ലോയ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്തായി? 72% ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ആ പോയിന്റ്സ് ഓർത്ത് വെക്കണം. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ, ഇന്ത്യൻ എക്കോണമിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അഗ്രികൾച്ചറൽ സെക്ടറിനെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ട്രാറ്റജീസ്, 2 റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ്. അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഈസ് റിഗാർഡഡ് ആസ് ദി ഡിവൈഡിംഗ് ഇയർ ടു മാർക്ക് ദി ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഫ്രം ഇറ്റ്സ് ഫസ്റ്റ് ടു ദി സെക്കൻഡ് ഡിസിഷൻ സ്റ്റേജ്? ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം, തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പഠിച്ചു. അവിടെ 4 സ്റ്റേജസ് ഉണ്ടെന്ന് പഠിച്ചു. ആദ്യത്തെ 3 സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്തും പഠിച്ചു. ഇതിൽ 1921 എന്ന ഇയറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫൈനിങ് ഇയർ ഓർ ദി ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. നിർവചന വർഷം അല്ലെങ്കിൽ വലിയ വിഭജനത്തിന്റെ വർഷം എന്നാണ് ഈ 1921 വർഷത്തെ വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബിഫോർ 1921 ഇന്ത്യ ഇൻ എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 1ാമത്തെ ഘട്ടത്തിലായിരുന്നു. എന്നാൽ ആഫ്റ്റർ 1921 ഇന്ത്യ entered into the second stage of demographic transition. എന്നാൽ 1921 ശേഷം ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഓക്കെ, ദെൻ 2 മാർക്കിനുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. കമന്റ് ഓൺ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഇന്ത്യ ആൻഡ്
ലൈഫ് എക്സ്പെക്ടൻസി. ഓക്കെ, ചോദ്യം ഇത്രയാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ശിശുമരണ നിരക്കും അതുപോലെ ആയുർദൈർഘ്യവും എത്രയായിരുന്നു, അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1000 കുട്ടികളിൽ 218 കുട്ടികളും 1 വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടു പോകുന്നു, അല്ലെ? 218 ചൈൽഡ് were died before reaching 1 year age. 1 വയസ്സെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടു പോകുന്നു. അത് 1000 കുട്ടികളിൽ എത്ര കുട്ടികൾ എന്ന കണക്കിലാണ് പറയുന്നത്. എന്നാൽ അറ്റ് പ്രസന്റ് ഇപ്പോൾ നിലവിൽ എത്രയാണ്? അത് കുറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 44 ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ 32 വയസ്സായിരുന്നു, 32 ഇയേഴ്സ് ആയിരുന്നു. എന്നാൽ അറ്റ് പ്രസന്റ് 2011 സെൻസസ് പ്രകാരം ഇത് 68 വയസ്സാണ് ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10, സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥാപിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റാവുസ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിംഗ് ദി കൊളോണിയൽ പീരിയഡ് ഈസ് റിഗാർഡഡ് വെരി സിഗ്നിഫിക്കന്റ്. കോളനി വാഴ്ചക്കാലത്തെ ദേശീയ വരുമാനം റാവു കണക്കാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഡോക്ടർ VKRV റാവു. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദി പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മെയ്ഡ് ഇന്ത്യ ആൻ എക്സ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങൾ ഇന്ത്യയെ അന്തിമ ഫിനിഷ്ഡ് വസ്തുക്കളുടെ കയറ്റുമതിക്കാരായും പ്രൈമറി വസ്തുക്കളുടെ എന്ന് വെച്ചാൽ പ്രാഥമിക വസ്തുക്കളുടെ ഇറക്കുമതിക്കാരായും മാറ്റി. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ശരിയാണ്, അല്ലെ? നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തതിൽ ഡോക്ടർ VKRV റാവുവിന്റെ എസ്റ്റിമേറ്റ് ആണ് കൺസിഡർ ടു ബി മോർ സിഗ്നിഫിക്കന്റ്, കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യയെ അന്തിമ ഫിനിഷ്ഡ് വസ്തുക്കളുടെ ഇറക്കുമതിക്കാരായും അതുപോലെ പ്രാഥമിക വസ്തുക്കളുടെ കയറ്റുമതിക്കാരായും മാറ്റി. അതായത് ദ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മെയ്ഡ് ഇന്ത്യ ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. എക്സ്പോർട്ടർ ഉള്ളിടത്ത് ഇമ്പോർട്ടർ ആക്കി മാറ്റി, അതുപോലെ ഇമ്പോർട്ടർ എന്നുള്ളിടത്ത് എക്സ്പോർട്ടർ എന്നാക്കി മാറ്റി. ഓക്കെ ആണല്ലോ, അത്രയേ ഉള്ളൂ മാറ്റം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, നെയിം സം നോട്ടബിൾ എക്കണോമിസ്റ്റ് who estimated India's national income and per capita income during the colonial period. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും കണക്കാക്കിയ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരെല്ലാം? പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാദാബായ് നവറോജി, ഫൈൻലെ ഷിറാസ്, വില്യം ഡിഗ്ബെ, ഡോക്ടർ VKRV റാവു, RC ദേശായി. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12, name some modern industries which were in operation in our country at the time of independence. സ്വാതന്ത്ര്യ ലബ്ധി സമയത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഏതാനും ആധുനിക വ്യവസായങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയായിരുന്നു? യെസ്, കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രി, ചണ വ്യവസായം, അതുപോലെ പരുത്തി വ്യവസായം, ദെൻ ഇരുമ്പുരുക്ക് വ്യവസായം, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ്, ദെൻ ഷുഗർ ഇൻഡസ്ട്രി, പഞ്ചസാര വ്യവസായം, ദെൻ സിമന്റ് ഇൻഡസ്ട്രി, സിമന്റ് വ്യവസായം, ദെൻ പേപ്പർ ഇൻഡസ്ട്രി, പേപ്പർ വ്യവസായം. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13, വാട്ട് വർ ദി two-fold objective or two-fold motive behind the systematic de-industrialization effected by the British in pre-independence India? അതായത് ഇവിടെ എഴുതി വെക്കേണ്ടത് ബ്രിട്ടീഷ് ഇക്കണോമിക് പോളിസിയുടെ two-fold ഒബ്ജക്റ്റീവ്സ്, ബ്രിട്ടീഷ് സാമ്പത്തിക നയത്തിന്റെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു? ടു മേക്ക് ഇന്ത്യ ആസ് എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ ബേസ്, ബ്രിട്ടീഷ് ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ടു ട്രാൻസ്ഫോം ഇന്ത്യ ആസ് എ
മാർക്കറ്റ് ഫോർ ബ്രിട്ടൻ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ബ്രിട്ടീഷ് അന്തിമ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു കമ്പോളമായിട്ട്, ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക. ഇത് രണ്ടുമായിരുന്നു ഒബ്ജക്റ്റീവ്സ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ഡു യു മീൻ ബൈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്തായിരുന്നു? ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിംഗ് ഫുഡ് ക്രോപ്സ് ലൈക്ക് റൈസ് ആൻഡ് വീറ്റ്, the British government forced the Indian farmers to cultivate cash crops like indigo, jute, cotton, etc. ഭക്ഷ്യ വിളകളായ അരി, ഗോതമ്പ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് ഇന്ത്യയിലെ കർഷകരെ നാണ്യവിളകളായ ഇൻഡിഗോ, അതായത് നീലം, ചണം, പരുത്തി തുടങ്ങിയ വിളകൾ ഉൽപ്പാദിപ്പിക്കാനായി നിർബന്ധിതരാക്കി. അപ്പോൾ എന്താണ്? ഫോഴ്സ്ഫുൾ കൊമേഴ്ഷ്യലൈസേഷൻ ആയിരുന്നു. ആ ടേം ഓർമ്മ വേണം. നിർബന്ധിത വാണിജ്യവൽക്കരണമാണ്, അല്ലാതെ കർഷകർ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതല്ല. ഫോഴ്സ്ഫുള്ളി അവരെ ചെയ്യിച്ചതായിരുന്നു. അപ്പോൾ എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് ചോദിച്ചാൽ എഴുതി വെക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. 3 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. The traditional handicraft industries were ruined under the British rule. Do you agree with this view? Give reason in support of your answer. ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം എഴുതുക. ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. What are the reasons for the demolition of traditional handicraft industries of India? ഇന്ത്യയിലെ കരകൗശല വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് ഓരോന്നായിട്ട് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വെക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. 16ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഹൈലൈറ്റ് ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് പ്രീ ഇൻഡിപെൻഡൻസ് ഒക്യുപേഷണൽ സ്ട്രക്ചർ. സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യയുടെ തൊഴിൽപരമായ ഘടനയുടെ പ്രത്യേകതകൾ ഉയർത്തിക്കാട്ടുക. ഇവിടെ ആദ്യം എന്താണ് ഒക്യുപേഷണൽ സ്ട്രക്ചർ, തൊഴിൽപരമായ ഘടന എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് ഓരോ സെക്ടറുകളിലും 3 സെക്ടറുകൾ പഠിച്ചു. ഓരോ സെക്ടറുകളിലുമുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ, എംപ്ലോയ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം പെർസെൻറ്റേജ് എഴുതി വയ്ക്കുക. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖലയിൽ 70 to 75% ആയിരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയിൽ 10% ആയിരുന്നു. ദെൻ സർവീസ് സെക്ടർ, തൃതീയ മേഖലയിൽ 15 to 20% ആയിരുന്നു. 15 മുതൽ 20% വരെ ആളുകളായിരുന്നു തൊഴിൽ ചെയ്തിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വേണം. Then question number 17. Name the states where the following iron and steel industries are located. താഴെ പറയുന്ന ഇരുമ്പുരുക്ക് സ്ഥാപനങ്ങൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ എന്ന് എഴുതുക. ഇവിടെ 4 അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഓരോന്നും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ടു എന്ന് വരില്ല. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സെക്കൻഡ് ഇസ്കോ എന്നാണ് പറയുക, IISCO, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതിന്റെ എക്സ്പാൻഷൻ ഓർത്തു വെക്കണം, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. തേർഡ് ബിലായ് സ്റ്റീൽ പ്ലാന്റ്. ഇവ 3 കൊടുത്തിട്ടുള്ളത്. ഓരോന്നും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എഴുതാനാണ് ചോദ്യം. ഫസ്റ്റ് ടിസ്കോ. ടിസ്കോ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ജാർഖണ്ഡിലാണ് അല്ലെ, ജംഷഡ്പൂർ. ജംഷഡ്പൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജാർഖണ്ഡിലാണ് അത് നിൽക്കുന്നത്. ദെൻ ഇസ്കോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, വെസ്റ്റ് ബംഗാളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പശ്ചിമ ബംഗാളിലാണ്. ദെൻ ബിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർമ്മ വേണം, 3 പോയിന്റ്സ് ഓർത്ത് വെക്കണം. എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഈ 3 സ്റ്റീൽ പ്ലാന്റുകളെ കുറിച്ച്. 1 വേർഡ് ആയിട്ട് ചോദിക്കാറ്, ഈ ഒരു രീതിയിലാണ് ചോദിക്കാറ്, നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ ലാൻഡ് ആൻഡ് ലേബർ were transformed into commodity. Justify this statement.
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭൂമിയും തൊഴിൽ ശക്തിയും ഉൽപ്പന്നങ്ങളായി പരിണമിച്ചിരുന്നു? വിശദീകരിക്കുക. ഇവിടെ ചോദ്യം കേട്ടിട്ട് നിങ്ങൾ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അക്കാലത്ത് നിലനിന്നിരുന്ന പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ്, സ്ഥിര ഭൂനികുതി സമ്പ്രദായങ്ങളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ജമീന്ദാരി സിസ്റ്റം, ജമീന്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ദെൻ 4 മാർക്കിനുള്ള ചോദ്യം ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 19, മാച്ച് ദി കോളംസ്. താഴെ തന്നിരിക്കുന്ന കോളങ്ങൾ യോജിപ്പിക്കുക. എ ബി മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എ കോളം ഞാൻ വായിക്കുന്നു. ക്യാഷ് ക്രോപ്പ്, നാണ്യവിളകൾ, VKRV റാവു, ജംഷഡ്ജി ടാറ്റ, ജമീന്ദാരി സിസ്റ്റം, ജമീന്ദാരി സമ്പ്രദായം. ദെൻ ബി കോളം ഞാൻ വായിക്കുന്നു. ടിസ്കോ, ലാൻഡ് സെറ്റിൽമെന്റ്, ഇൻഡിഗോ അതായത് നീലം, ദെൻ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ്, ദേശീയ വരുമാനം കണക്കാക്കൽ. പറഞ്ഞു നോക്കിക്കേ ആൻസർ. ക്യാഷ് ക്രോപ്പ് മാച്ച് ചെയ്യുന്ന ബി കോളം ഏതാണ്? യെസ്, ഇൻഡിഗോ. ക്യാഷ് ക്രോപ്പിന്റെ എക്സാമ്പിൾ ആണ് ഇൻഡിഗോ, നീലം. ദെൻ VKRV റാവു നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ആണ്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് VKRV റാവു. ദെൻ ജംഷഡ്ജി ടാറ്റ, അദ്ദേഹം ടിസ്കോയുടെ ഫൗണ്ടർ ആണ്. ടിസ്കോ ഫോം ചെയ്ത വ്യക്തിയാണ് ജംഷഡ്ജി ടാറ്റ. ദെൻ ജമീന്ദാരി സിസ്റ്റം, ജമീന്ദാരി സമ്പ്രദായം എന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യെസ്, ലാൻഡ് സെറ്റിൽമെന്റ്. ലാൻഡ് സെറ്റിൽമെന്റിൽ വരുന്ന വൺ ഓഫ് ദി ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ് ജമീന്ദാരി സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. The British rule made certain positive contributions. Do you agree? Substantiate your answer. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ കുറേയേറെ നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. അതായത് ഇവിടെ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. വാട്ട് ആർ ദി പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു ഇന്ത്യ? ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ പോസിറ്റീവ് സംഭാവനകൾ, നല്ല സംഭാവനകൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു ചോദ്യമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ അത് പറഞ്ഞിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ആൻസർ എന്താണ്? പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, നല്ല സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ യോജിക്കുന്നുണ്ട് അല്ലെ? അബ്സല്യൂട്ട്ലി എഗ്രീഡ് ആണ്. എന്നിട്ട് വേണം ആൻസർ ആ കോൺട്രിബ്യൂഷൻസ് ഓരോന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. Prepare a list of items that were exported from and imported into India during the British rule. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്ന ഏതാനും വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കുക. ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസ് താഴെ കൊടുക്കുന്നു. റോ സിൽക്ക്, ഇൻഡിഗോ, ഫുഡ് ഐറ്റംസ്, കെറോസിൻ, കോട്ടൺ, ഷുഗർ, വൂൾ, ജൂട്ട്. ഓക്കെ, അസംസ്കൃത സിൽക്ക്, ഇൻഡിഗോ, ഭക്ഷ്യവസ്തുക്കൾ, മണ്ണെണ്ണ, പരുത്തി, പഞ്ചസാര, വൂൾ, ചണം ഇവയായിരുന്നു ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന ഇനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ, ഐറ്റംസ്. അതുപോലെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന, ഇമ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? സിൽക്ക്, കോട്ടൺ വസ്ത്രങ്ങൾ, സിൽക്ക് കോട്ടൺ ക്ലോത്ത്സ്, യന്ത്രങ്ങൾ മെഷീൻസ്, മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽസ് ഓർ മെഡിസിൻസ്, ഭക്ഷ്യ എണ്ണ എഡിബിൾ ഓയിൽസ്, ക്യാപിറ്റൽ ഗുഡ്സ് മൂലധന വസ്തുക്കൾ, വളം എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഴ്സ്, ദെൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം പ്രൊഡക്ട്സ്. ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇനങ്ങൾ, ഐറ്റംസ്. ഇതും ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്ത്യയിലെ കാർഷിക മേഖല കോളനി വാഴ്ചക്കാലത്ത് വളരെ മുരടിച്ച അവസ്ഥയിലായിരുന്നു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. ഇവിടെയും കണ്ടോ ചോദ്യം തന്നു. യോജിക്കുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നുണ്ടോ അതാദ്യം നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് വേണം ആൻസറിലേക്ക് കടക്കാനായിട്ട്. നിങ്ങൾ പറഞ്ഞ് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എഗ്രി ചെയ്യുന്നുണ്ട് അല്ലേ? ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തില് ഇന്ത്യയിലെ
കാർഷിക മേഖല പിന്നോക്കാവസ്ഥയിലായിരുന്നു അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിലായിരുന്നു. അതിന്റെ കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോയിന്റുകൾ പഠിച്ചിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും പഠിച്ചിരുന്നു. അതാണ് നിങ്ങൾ ഇവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2010 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദി സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് കോസ്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദി വേരിയസ് സിസ്റ്റംസ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ് ദാറ്റ് were introduced by the colonial government. Do you agree with the statement? Justify your answer. ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് കൊണ്ടുവന്ന വ്യത്യസ്ത രീതിയിലുള്ള ഭൂവ്യവസ്ഥിതി അഥവാ ഭൂനികുതി സമ്പ്രദായങ്ങൾ കൃഷിയുടെ സ്തംഭനാവസ്ഥയ്ക്ക് കാരണമായി. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? നോക്കിക്കേ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ആൻസർ വരുന്ന ചോദ്യം തന്നെയാണ്. എന്നാൽ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് മാറിപ്പോയി. സ്റ്റേറ്റ്മെന്റ് മറ്റൊരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഉത്തരത്തെ ന്യായീകരിക്കുക. ദാദാഭായ് നവറോജി, സർദാർ പട്ടേൽ, വില്യം ഡിഗ്ബെ, ഫൈൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായ്. കുറച്ച് വ്യക്തികളുടെ പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഓഡ് വണ്ണ് ഒറ്റപ്പെട്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആരാണ്? സർദാർ പട്ടേൽ. അതാണ് ഇവിടെ ഓഡ് വൺ. എന്തുകൊണ്ടാണ്? അതേഴ്സ് ആർ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ് ആണ്, അല്ലെ? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തികളാണ് ബാക്കിയുള്ളതെല്ലാം. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നെക്സ്റ്റ് 2011 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ കൊളോണിയൽ റൂൾ. സബ്സ്റ്റാൻഷിയേറ്റ്. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യക്ക് ഒരു മികച്ച വ്യാവസായിക അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വിശദമാക്കുക. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്, അല്ലെ? ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കരകൗശല മേഖല വളരെ പിന്നോക്കം അവസ്ഥയിലായിരുന്നു. അതിന്റെ ഏറ്റവും ഇൻഫന്റ് സ്റ്റേജിലായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ, റീസൺ ഫോർ ദി ഡിമോളിഷൻ ഓഫ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ പരമ്പരാഗത കരകൗശല മേഖലയുടെ തകർച്ചയുടെ കാരണങ്ങൾ അവിടെ എഴുതി വെക്കണം. ഓക്കെ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ആൻസർ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദെൻ 2012 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കമ്പയർ ദി മേജർ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് കൊളോണിയൽ ഇന്ത്യ വിത്ത് ദി പ്രസന്റ് കണ്ടീഷൻ ആൻഡ് കമന്റ് ഓൺ ഇറ്റ്. കോളനി ഭരണകാലത്തെ ഇന്ത്യയുടെ ജനസംഖ്യ സ്ഥിതികളെക്കുറിച്ച് അല്ലെങ്കിൽ സൂചികകളെക്കുറിച്ച് സമകാലീന സാഹചര്യവുമായി താരതമ്യപ്പെടുത്തുക. ചോദ്യം നിങ്ങൾ കണ്ട് ഞെട്ടേണ്ട. അതായത് ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ജനസംഖ്യാ സ്ഥിതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിലും നിലവിൽ 2011 സെൻസസ് പ്രകാരവും പഠിച്ചിട്ടുണ്ട്. ആ ഡാറ്റ എഴുതി വെക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ സാക്ഷരത, ലിറ്ററസി ബ്രിട്ടീഷ് ഭരണത്തിൽ എത്രയായിരുന്നു, അതുപോലെ നിലവിൽ എത്രയാണ്. നെക്സ്റ്റ്, അതുപോലെ ഫീമെയിൽ ലിറ്ററസി, പെൺകുട്ടികളുടെ സാക്ഷരത ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എത്രയായിരുന്നു, അതുപോലെ നിലവിൽ എത്രയാണ്. ഇതെല്ലാം ഒരു ടേബിൾ ആയിട്ട്, ചെറിയൊരു ടേബിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി ബാക്ക്വേർഡ്നെസ് ഓർ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ചോദ്യമാണ്. കാരണം ഈ വർഷത്തെ പബ്ലിക് എക്സാമിന് ഇത് ചോദിച്ചിരുന്നു. ഈ ചോദ്യം ഇതുപോലെ ചോദിച്ചിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഈ ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. ഇതോടെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ
ഇന്ത്യൻ ഇക്കോണമിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ ലബ്ധികാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.